മൊബൈൽ അസോസിയേഷൻ്റെ ആളാണ്. വളരെ പ്രധാനപ്പെട്ടാണ് ഇത്തരം മേഖലയിൽ സുരക്ഷാ പ്രവർത്തനത്തും ആളുകളുടെ മൊബൈൽ ഫോണിൻ്റെ ചാർജ് തീരുക അല്ലെങ്കിൽ ആ ഘട്ടത്തിലാണ് ഇവരെത്തിയിരിക്കുന്നത്. പവർ ബാങ്ക് ഉൾപ്പെടെ നൽകിക്കൊണ്ടാണ് ഇവരുടെ പ്രവർത്തനം ചോദിക്കാവുന്നതാണ്. നിങ്ങളുടെ ഒരു ഇപ്പോൾ ഞങ്ങൾ മൊബൈൽ ഫോൺ റീറ്റെയിൽ അസോസിയേഷൻ്റെ വയനാട് ജില്ലാ പ്രവർത്തകരാണ്. 2 ദിവസമായിട്ട് ഞങ്ങൾ വിവിധ മേപ്പാടിയിലെ ഒരുപാട് ക്യാമ്പുകളിൽ, വിവിധ ക്യാമ്പുകളിൽ 7ഓളം ക്യാമ്പുകളിൽ ഒരു 400-ലധികം ചാർജറുകളും ഡാറ്റ കേബിൾസും അതോടൊപ്പം 7-8 ചാർജിങ് കിയോസ്കുകളും ഞങ്ങൾ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. കാരണം പലരുടെയും മൊബൈലുകൾ ഓഫായിരുന്നു. കാരണം കമ്മ്യൂണിക്കേഷൻ ബാധിതരെ തന്നെ ബാധിക്കുന്നൊരു പ്രശ്നമായതുകൊണ്ട് ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഞങ്ങൾ പലരിൽ നിന്നും ചാർജറുകളും മറ്റും സ്വരൂപിച്ചിട്ട് ഒരു വലിയ രീതിയിൽ ഞങ്ങൾ എല്ലാ ക്യാമ്പുകളിലും, മേപ്പാടി പരിസരത്തുള്ള എല്ലാ ക്യാമ്പുകളിലും വിവിധ സ്ഥലങ്ങളിലായിട്ട് വിവിധ റൂമുകളിലടക്കം ഞങ്ങൾ ചാർജർ സപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇന്ന് ഇവിടെ ദുരന്തബാധിതർ ഈ റെസ്ക്യൂ ടീംസ്, അതായത് നമ്മളെ ഈ ഏരിയയിൽ റെസ്ക്യൂ ടീംസ് ഞങ്ങൾ ഇന്നലെ അറിയിച്ചതിനനുസരിച്ച് കാരണം നമുക്ക് ഈ സ്കൂളിൻ്റെ അറ്റത്തേക്ക് അതിൻ്റെ മുൻഭാഗത്തേക്ക് ഇറക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. പറഞ്ഞോളൂ. റെസ്ക്യൂ ടീം ഇന്നലെ ഞങ്ങളെ ബന്ധപ്പെട്ടിരുന്നു. ഇവിടെ ചാർജിങ്ങിന് വളരെ ഇഷ്യൂ ഉണ്ട്, പലരുടെയും ഫോൺ ഓഫായി പോകുന്നൊരു സംഭവം ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഇന്നലെ തന്നെ വളരെ രീതിയിൽ അതിൻ്റെ സെറ്റപ്പുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് ഇന്ന് ഇവിടെ റെസ്ക്യൂ ടീമിൻ്റെ കൺട്രോൾ റൂമിലും അതോടൊപ്പം കൂടുതൽ ആളുകൾ വരുന്ന വിളാർമല മുസ്ലിം പള്ളിയുടെ ഭാഗത്തും അതേപോലെ റവന്യൂയുടെ കൺട്രോൾ റൂമിലൊക്കെ ഞങ്ങൾ വലിയ രീതിയിൽ ഏകദേശം ഒരു 100 പേർക്ക് ഒന്നിച്ച് മൊബൈൽ ചാർജ് ചെയ്യാനുള്ള സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. പ്രശ്നം കൂടി ആയതുകൊണ്ട് ഞങ്ങൾ വളരെ ദ്രുതഗതിയിൽ കാണുന്ന രീതിയിൽ എല്ലാം കളക്ട് ചെയ്തുകൊണ്ട് ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഈ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇവർ പറയുന്നത് ശരിയാണ്. കാരണം നമ്മുടെ കാണുമ്പോൾ തന്നെ മാധ്യമപ്രവർത്തനം എന്ന ഇതിലുപരിയായിട്ട് നമുക്ക് ചാർജർ വേണോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഇവർ നമ്മളോട് പരിചയപ്പെടുന്നത്. നമ്മൾ പറഞ്ഞു നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, കാരണം നമ്മുടെ ഉണ്ട്. അപ്പം അവർ യഥാർത്ഥത്തിൽ അത്തരത്തിൽ ആളുകളെ കാണുമ്പോൾ ആ ചാർജർ ആവശ്യമുണ്ടോ, അതല്ല ഇനി പവർ ബാങ്ക് ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നൊരു ഘട്ടം